എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും ആവശ്യപ്രകാരം നമ്മൾ +1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് കൂടി ആരംഭിക്കുകയാണ്. ആ വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യ ഭാഗമാണ്. ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന ടോപ്പിക്സും അതുപോലെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളുമാണ്. അറിയാമല്ലോ, ഫസ്റ്റ് ചാപ്റ്ററിൽ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ കുറച്ച് പ്രോബ്ലംസിന് കുറച്ച് കൂടുതൽ പ്രാധാന്യമേറിയതായതുകൊണ്ട് നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായി പഠിക്കുന്നതിന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. മോളിക്യുലാർ ഫോർമുലയും അതുപോലെ തന്നെ ഇംപീരിക്കൽ ഫോർമുലയും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. കൂടാതെ തന്നെ ഏതെങ്കിലും ഇപ്പം കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ ഫോർമുല തന്നിട്ട് അവർ ചോദിക്കാറുണ്ട്, അതിൻ്റെ ഇംപീരിക്കൽ ഫോർമുല എഴുതാൻ ചോദിക്കാറുണ്ട്. കൂടാതെ എലമെൻസിൻ്റെയൊക്കെ പെർസെൻറ്റേജും നമ്പർ ഓഫ് മോൾസും ഒക്കെ അവർ തന്നതിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. കൂടാതെ ഇംപീരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കൂടെ എന്ത് ചെയ്യണം, അതിൻ്റെ റിലേഷൻഷിപ്പ് കൂടി എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് മോളിക്കുലാർ ഫോർമുലയും ഇംപീരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഒരു ഏരിയയിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ പല കുട്ടികളും ഇത് പഠിക്കാൻ വേണ്ടി തയ്യാറാവാതെ സ്കിപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് പഠിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നമുക്ക് ചെയ്യാം. മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് ഈ മോളിക്കുലാർ ഫോർമുല എന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചേ, മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷോസ് ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. കണ്ടോ? അപ്പോൾ ഓർക്കേണ്ട പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. മോളിക്കുലാർ ഫോർമുല എത്രയേ ഉള്ളൂ? ഇറ്റ് ഷോസ് the exact number of different types of atoms present in a molecule. അപ്പോൾ എന്താണ് മോളിക്കുലാർ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതൊരു മോളിക്യൂൾ, നമ്മൾ ഏതെങ്കിലും മോളിക്യൂൾ പരിഗണിക്കുക. ഇപ്പോൾ നമ്മൾ H2O പരിഗണിക്കുകയാണ്. കണ്ടോ? അപ്പോൾ ആ ഒരു മോളിക്യൂളിൽ H2O എന്ന് പറയുന്നതാണ് വാട്ടറിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? H2O എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ H2O എന്ന ഫോർമുലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ വാട്ടർ എന്ന് പറയുന്ന ആ മോളിക്യൂളിൽ ആ ഒരു മോളിക്യൂളിൻ്റെ ഫോർമുല എടുത്തു കഴിയുമ്പോൾ H2O എന്നല്ലേ എഴുതിയേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് ഒരു 2 ഹൈഡ്രജനും കാണും, 1 ഓക്സിജനും കാണും. കൃത്യമായിട്ടുള്ള ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന കൃത്യമായ ആറ്റങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് അല്ലെങ്കിൽ എണ്ണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോർമുലയെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോളിക്കുലാർ ഫോർമുല എന്ന് മനസ്സിലായി കാണുമല്ലോ. ഏതൊരു കോമ്പൗണ്ടിലെ ആയാലും ആ കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന ആറ്റങ്ങളുടെ എക്സാക്റ്റ് നമ്പർ, കൃത്യമായ എണ്ണം, കറക്റ്റ് എത്ര ആറ്റംസ് അതിനകത്തുണ്ട്, ഏതെല്ലാം ആറ്റംസ് ഉണ്ട്, ആ ആറ്റങ്ങളുടെ എല്ലാം എണ്ണം എത്രയാണ്, ആ എക്സാക്റ്റ് നമ്പറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്ന ഫോർമുലയാണ് ഏതെന്ന് പറയുന്നത്? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇംപീരിക്കൽ ഫോർമുല എന്ന് നോക്കിയേ. ഇറ്റ് റെപ്രസെന്റ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഇതാണ് സംഭവം. കണ്ടോ? ഒരു കോമ്പൗണ്ടിലെ ആറ്റങ്ങളുടെ എല്ലാം സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ഇംപീരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇംപീരിക്കൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന വേരിയസ് ആയ ആറ്റങ്ങളുടെ, വ്യത്യസ്തമായ ആറ്റങ്ങളുടെ ആ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇംപീരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ എക്സാക്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്
പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. അതാണ് ആര് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ മോളിക്കുലാർ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ എക്സാക്ട് നമ്പർ. അങ്ങനെയെങ്കിൽ എംപീരിക്കൽ ഫോർമുല ആണെങ്കിലോ ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. കണ്ടോ വ്യത്യാസം മനസ്സിലായല്ലോ. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആകുമ്പോൾ എംപീരിക്കൽ ഫോർമുല, ബട്ട് എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആകുമ്പോൾ മോളിക്കുലാർ ഫോർമുല. ഓക്കെ, ഇത് നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം ഈ എംപീരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പഠിക്കണം. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതെങ്കിലും ഫോർമുല തരും, കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ ഫോർമുല തന്നിട്ട് അതിൽ നിന്നും എംപീരിക്കൽ ഫോർമുല കണ്ടെത്താനായിട്ട് പെട്ടെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മോളിക്കുലാർ ഫോർമുല എംപീരിക്കൽ ഫോർമുലയൊക്കെ ഓരോ ഡേറ്റ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം ഇതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട്സ് തരുമ്പോൾ കോമ്പൗണ്ട്സിൻ്റെ ഫോർമുല തന്നു കഴിയുമ്പോൾ എങ്ങനെ നമുക്ക് എംപീരിക്കൽ ഫോർമുല കണ്ടെത്താം. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കാം, 1-2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതാണ്ടേ C6H12O6 ഇതൊരു കോമ്പൗണ്ട് ആണല്ലോ. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ ഒരു കോമ്പൗണ്ട് ഫോർമുല തന്നിട്ടുണ്ട് അവർ. ഇതാരാണെന്നറിയാം, ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിൻ്റെ എംപീരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ എംപീരിക്കൽ ഫോർമുല എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എടുക്കണം. സിംപ്ലസ്റ്റ് എന്ന് വെച്ചാൽ ഈ തന്നിട്ട് ആറ്റങ്ങളിലെല്ലാം നമ്പറിനെ ഏറ്റവും ചെറുതാക്കണം. അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുവരണം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ അതാണ്ട് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിങ്ങനെ എഴുതുക. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഞാനിങ്ങനെ 3 എടുത്ത് എന്നിട്ട് അതിൻ്റെ താഴെയുള്ളത് 6 നമ്പേഴ്സ് 6, 12 അതുപോലെ 6 ഇതിൻ്റെ റേഷ്യോ നിങ്ങൾ അങ്ങ് എടുക്കുക. സിമ്പിളല്ലേ? കണ്ടോ, കാർബണിൻ്റെ താഴെ എഴുതിയേക്കുന്ന നമ്പർ എഴുതി, ഹൈഡ്രജൻ്റെ താഴെ എഴുതിയേക്കുന്ന നമ്പർ എഴുതി, ഓക്സിജൻ്റെ താഴെ എഴുതിയേക്കുന്ന നമ്പർ നമ്മൾ എഴുതി, അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് എഴുതി. ഇനി അതിൻ്റെ റേഷ്യോ എടുക്കുക. ഇതിനെ ഏറ്റവും സിമ്പിളാക്കി മാറ്റാൻ പറ്റില്ല നമുക്ക് എത്ര തൊട്ട് നമുക്ക് വെട്ടാൻ പറ്റും? 6 വെച്ച് തന്നെ വെട്ടാം. അപ്പോൾ 1:2:1. കണ്ടോ, 1:2:1 എന്നുള്ള സിമ്പിളസ്റ്റ് റേഷ്യോ ആക്കി നമ്മൾ മാറ്റിയില്ലേ? ഇല്ല, വീണ്ടും ഇതിനെ ചെറുതാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, തീർന്ന പരിപാടി. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ എണ്ണങ്ങൾ അതാത് ആറ്റങ്ങളുടെ താഴെ എഴുതുക, കൃത്യമായിട്ട് കാണിക്കാം. C1H2O1. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇങ്ങനെ എഴുതാം. കൂടാതെ ഇപ്പോൾ ഒറ്റ നമ്പർ, അതായത് കാർബണിൻ്റെ എണ്ണം 1 എന്നാണ്, ഓക്സിജൻ്റെ എണ്ണം 1 എന്നാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ 1 മാത്രം വരുവാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ C1ഉം അതിൽ O1 അങ്ങനെ കാണിക്കണമെന്നില്ല. നിങ്ങൾ എന്ത് തന്നെ എഴുതിയാൽ മതി. CH2O. കണ്ടോ, ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്പേഴ്സ് വരുമ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഈ 1 എഴുതാന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒരു കാർബൺ ആറ്റം ഉണ്ടെന്ന്. അല്ലാതെ നമ്മൾ സിമ്പിൾ എഴുതുന്നുണ്ടല്ലോ കാർബൺ എന്ന്, C എന്ന് തന്നെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾക്ക് ഒരു കാർബൺ ആണുള്ളത്. ഒരു O മാത്രം എഴുതുന്നതിൻ്റെ അർത്ഥം ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് കാണിക്കണമെന്നില്ല 1 വീതം ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് ഇങ്ങനെ എഴുതിയാലും മതിയെന്ന്. CH2O. ഓക്കെ, ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴേ അങ്ങ് സെറ്റ് ആവും. നമ്മൾ നോക്കിക്കോ. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഭാഗമാണ്. C6H6 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ബെൻസീനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച ഈ C6H6ൻ്റെ നമുക്ക് എങ്ങനെയാണ് ഇവൻ്റെ എംപീരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നത് നോക്കി. വളരെ സിമ്പിളാണ്. സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുതുക. എങ്ങനെയാണ്? കാർബൺ, ഹൈഡ്രജൻ എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള നമ്പേഴ്സ് 6:6. കണ്ടോ, ഇങ്ങനെ റേഷ്യോ എടുക്കുക. സിമ്പിൾ അല്ലേ? ഇനി ഇതിനെ ചെറുതാക്കിയേ 1:1. കണ്ടോ, അപ്പോൾ കിട്ടിയ ഉത്തരം എന്തുവാ? C1H1. ദാറ്റ് ഈസ് CH എന്ന് എഴുതിയാൽ മതി. അപ്പോൾ CH ഈസ് ദ എംപീരിക്കൽ ഫോർമുല ഓഫ് ബെൻസീൻ. കഴിഞ്ഞു. എളുപ്പമല്ലേ പഠിക്കാൻ? അപ്പോൾ CH എന്ന് പറയുന്നത് ആരുടെ എംപീരിക്കൽ ഫോർമുലയാണ് മക്കളെ? ബെൻസീൻ്റെ എംപീരിക്കൽ ഫോർമുലയാണ്. കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ. CH3COOH. ക്ലിയർ? ഇതെങ്ങനെ ചെയ്യും? കണ്ടോ, ഇത് ഇച്ചിരി വ്യത്യസ്തമായ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ, ആറ്റംസ് മറ്റേടത്തെല്ലാം കൃത്യമായിട്ട്, ഇപ്പോൾ കാർബൺ എണ്ണം മാത്രം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹൈഡ്രജൻ്റെ എണ്ണം എല്ലായിടത്തുള്ള ഹൈഡ്രജൻ്റെ എണ്ണം എല്ലാം കൂടെ ചേർത്താണ് അവർ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത നോക്കി, ഒരു ആറ്റം തന്നെ പല സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡൗട്ട്, കൺഫ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിനകത്തുള്ള ആറ്റങ്ങളെയൊക്കെ അങ്ങോട്ട് നിരത്തി എഴുതുക. കാർബൺ ഉണ്ട് ഇതിനകത്ത്, ഹൈഡ്രജൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ എഴുതി, പിന്നെ ഓക്സിജനും ഉണ്ട്.
ആകപ്പാട് 3 ടൈപ്പ് ആറ്റങ്ങളെ ഇതിനകത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കാർബൺ തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, കൃത്യമായിട്ട് കാർബണിൻ്റെ എണ്ണം നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ആറ്റം തന്നെ പല സ്ഥലത്തായി റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അപ്പോൾ അതിനകത്തുള്ള ആറ്റങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആരാണെന്ന് ഇങ്ങനെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് അതിന് താഴെ എഴുതുക, എല്ലായിടത്തും ഉള്ളത് കൂട്ടി എഴുതുക. 1 1 2 കാർബൺ ഉണ്ട്, നമ്മളത് എഴുതി. ഓക്കെ, എത്ര ഹൈഡ്രജൻ ഉണ്ട് മക്കളെ? 3 1 4, ഇതാണ്ടേ 4 എണ്ണം എഴുതി. സിമ്പിൾ അല്ലേ? ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 1 1 2. കണ്ടോ, ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കാൻ. ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാണ് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരാറ്റം തന്നെ പലയിടത്തും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ആറ്റത്തിൻ്റെ എല്ലാം കൂടെ എവിടെയെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന എത്ര ആകെ ആ ആറ്റത്തിൻ്റെ എണ്ണം നമ്മൾ അങ്ങ് എഴുതുക അതിന് ചുവട്ടിൽ. അങ്ങനെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കിയാലോ? ഇനി സിമ്പിൾ അല്ലേ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എഴുതുക. 2:4:2. സിമ്പിളസ്റ്റ് റേഷ്യോ എടുക്കുക. 1:2:1. സിമ്പിൾ അല്ലേ? അപ്പോൾ കാർബണിൻ്റെ താഴെ 1, ഹൈഡ്രജൻ്റെ താഴെ 2, ഓക്സിജൻ്റെ താഴെ 1. CH2O ഒന്ന് എഴുതിയ വിഷയമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ക്ലിയർ? ഒന്നിന് വരെ കാർബൺ മാത്രം എഴുതാൻ അതിൻ്റെ അർത്ഥം ഒരു കാർബണേ ഉള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ CH2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് CH3COH അഥവാ എഥനോയിക് ആസിഡിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് CH2 എന്നുള്ളത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള റിലേഷനാണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ റിലേഷൻ മാത്രം എടുത്ത് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇവർക്കിടയിലെ ബന്ധം എന്താണെന്ന് മനസ്സിലായ മക്കളെ? എന്താണ്? മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. അതെന്താ സംഭവം? ഏതോ ഒരു പ്രത്യേക നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കൃത്യമായി ആര് ലഭിക്കുമെന്നാണ് പറയുന്നത്? മോളിക്കുലാർ ഫോർമുല ലഭിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്, സാറേ N എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളായിട്ട് ചെയ്യാം. N ഇസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല മാസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മോളിക്കുലാർ മാസ്, ഒന്നെങ്കിൽ മോളിക്കുലാർ ഫോർമുല മാസ് എന്നോ അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്നോ എഴുതാം, ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ചിലവർക്ക് ഡൗട്ട്, സാറ് ഇക്വേഷൻ വെച്ചിട്ടല്ലേ N കണ്ടുപിടിക്കുന്നത്? അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് Nൻ്റെ വാല്യൂ കൃത്യമായിട്ട് കിട്ടില്ല. കാരണം N ഇസ് ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല ബൈ എംപിരിക്കൽ ഫോർമുല. നമുക്ക് വാല്യൂ എല്ലാം കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാല്യൂ കറക്റ്റായിട്ട് Nന് ഒരു കൃത്യമായൊരു വാല്യൂ കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോളിക്കുലാർ ഫോർമുലയുടെ ആണ് മോളിക്കുലാർ ഫോർമുല മാസ് അഥവാ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എന്നാക്കിയത്. അപ്പോൾ നമുക്ക് N കിട്ടും. അപ്പോൾ N കിട്ടുന്നത് മനസ്സിലായേ? അപ്പോൾ റിലേഷൻഷിപ്പ് മനസ്സിലായല്ലോ. മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ, അത് തമ്മിലുള്ള റിലേഷൻ എന്തെന്ന് ചോദിച്ചാൽ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. N കണ്ടുപിടിക്കാൻ, N ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോളിക്കുലാർ മാസിനെ അല്ല മോളിക്കുലാർ ഫോർമുല ഡിവൈഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മക്കളെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തിലോട്ട് പോകാം? പ്രധാനമായിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് പോകാം. എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് മക്കളെ 24.27% കാർബൺ, 4.07% ഹൈഡ്രജൻ and 71.65% chlorine. Its molecular mass is 98.96. What are empirical formula and molecular formula? വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? വളരെ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ഒരു മോഡൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ ഒരു പ്രത്യേക മെത്തേഡുണ്ട്. ഒരു കോളം, ഒരു ടേബിൾ പോലെ വരച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ രീതി ഫോളോ ചെയ്താൽ വളരെ ഈസി ആയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം. അത് മാത്രമേ ഉള്ളൂ. ഈ മോഡൽ ചെയ്ത ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ഈ മോഡൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ടേബിൾ വഴി ആ ടേബിൾ വരച്ച് നോക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹെഡിങ് മാത്രം നിങ്ങൾ കാണാൻ പഠിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ മക്കളെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയേ.
ആദ്യം ഈ ഒരു കോളം അങ്ങ് പഠിക്കുക. ഈ ഒരു ടേബിൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ എല്ലാം വളരെ പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. നോക്കിയേ, എലമെന്റ്, പെർസെൻറ്റേജ് ബൈ മാസ്, അവിടെ എല്ലാം കുറച്ച് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. കാർബൺ ഇത്ര ശതമാനം ഉണ്ടെന്നും അതേപോലെ ഹൈഡ്രജൻ ഇത്ര ശതമാനം ഉണ്ടെന്നും ആ ശതമാനം എപ്പോഴും ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബൈ മാസ് പെർസെൻറ്റേജ് അവരെപ്പോഴും തരുന്നത്, അത് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് അറ്റോമിക് മാസ്, അടുത്തതിനകത്ത് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്. അത് കഴിഞ്ഞ് ഞെട്ടണ്ട, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന് എഴുതിയേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് സിമ്പിൾ റേഷ്യോ, ലാസ്റ്റ് കോളത്തിൽ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ബാക്കി ശ്രദ്ധിക്കുക. എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാണുള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഈസി അല്ലേ? അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. ഇനി ഇവരുടെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കി എഴുതുക. ഓക്കെ, ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാർബൺ എത്ര ശതമാനം ഉള്ളത്? 24.27 ആണ്. അത്രയും പെർസെൻറ്റേജ് ആയിരുന്നു കാർബൺ, നമ്മളത് എഴുതി. അതുപോലെ ഹൈഡ്രജൻ്റെ ശതമാനം ഇവിടെ പറയുന്നുണ്ട് 4.07 ആണ്, അത്രയും പെർസെൻറ്റേജ് ആണ്. ക്ലോറിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 71.65 ആണ്. ക്ലിയർ അല്ലേ? ഈ കാർബണിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 12. ഇതെല്ലാം ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു കോളം മസ്റ്റായിട്ട് എഴുതണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നോക്കാം. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. ക്ലോറിൻ്റേതോ 35.5 ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത കോളം നമുക്ക് എങ്ങനെ കിട്ടും? പേടിക്കണ്ട, റിലേറ്റീവ് എന്ന് വാക്ക് കേട്ട് നെറ്റ് വേണ്ട, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കുറച്ച് ഇക്വേഷൻസ് നമുക്കറിയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് ഇക്വേഷൻസ് പറയാൻ പറ്റും. എങ്ങനെയാണ്? മോളിക്കുലിനെ ആകുമ്പോൾ മോളിക്കുലാർ മാസ് പറയാം, ആറ്റം ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഫോർ ആറ്റംസ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഫോർ മോളിക്യൂൾസ് ആണെങ്കിൽ ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇവിടെ എല്ലാം കാർബൺ എന്നും ഹൈഡ്രജൻ എന്നും ക്ലോറിനും ഒക്കെ എന്നെല്ലാം ആറ്റങ്ങളല്ലേ. അപ്പോൾ നമ്മൾ അവർക്ക് എപ്പോഴും ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി അടുത്ത ഡൗട്ട്, സാറേ ഇവിടെ ഗിവൺ മാസ് തന്നിട്ടില്ലല്ലോ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. അവരുടെ ആ ഒരു കോമ്പൗണ്ടിനകത്തുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ഒക്കെ മാസിൻ്റെ ശതമാനമാണ്. ഓക്കെ, അത് നിങ്ങൾ എന്തായിട്ടങ്ങ് പരിഗണിച്ചാൽ മതി, ഗിവൺ മാസായി പരിഗണിക്കുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശതമാനമായിട്ട് ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് അവർ തരത്തില്ലയോ, ആ പെർസെൻറ്റേജിനെ നിങ്ങൾ എന്തായിട്ട് അങ്ങ് കൺസിഡർ ചെയ്താൽ മതി, ഗിവൺ മാസായി പരിഗണിക്കുക. ക്ലിയർ ആയല്ലോ? പിന്നെ ഓരോ ആറ്റംസ് ആയതുകൊണ്ട് ആ ഗിവൺ ഇപ്പോൾ ഈ തന്നിട്ടുള്ള പെർസെൻറ്റേജിന് നിങ്ങൾ എന്തായിട്ട് പരിഗണിക്കണം? ഗിവൺ മാസായിട്ട് പരിഗണിക്കുകയും ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ആറ്റം അല്ലേ, കാർബൺ എന്ന ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ നമുക്ക് എന്ത് എഴുതാം? ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ്. അപ്പോൾ ഗിവൺ മാസ്സായിട്ട് നമുക്ക് ആരെ പരിഗണിക്കാം? ഇവിടെ തന്നിട്ടുള്ള ശതമാനം എത്രയാണോ അത് നിങ്ങൾ ഗിവൺ മാസ്സായിട്ട് പരിഗണിക്കുക. ഡിവൈഡഡ് ബൈ കാർബൺ എന്ന ഒരു ആറ്റം ആയതുകൊണ്ട് ഡിവൈഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഈ മോളിക്യൂൾ ആണെങ്കിലോ നമ്മൾ സാധാരണ എല്ലാ വേറെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പം മോളിക്യൂൾസിൻ്റെ ഒക്കെ ആണെങ്കിൽ വാട്ടറൊക്കെയാണ്, വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മോളിക്യൂളിൻ്റെ ആണെങ്കിൽ, മോളിക്യൂളിൻ്റെ ആകുമ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുമ്പം ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വരുമെന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് എഴുതാമല്ലോ. 24.27 ഡിവൈഡ് ബൈ കാർബൺ അറ്റോമിക് മാസ് 12 ആണ്. ഓക്കെ, അതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യുക. 4.07 ഡിവൈഡഡ് ബൈ 1 അറ്റോമിക് മാസ് ഹൈഡ്രജൻ്റെ 1 ആണ്. നെക്സ്റ്റ് ക്ലോറിൻ്റെ നമുക്ക് എഴുതാം. ഗിവൺ മാസ് 71.65 ആണ്. ഡിവൈഡഡ് ബൈ എന്തെഴുതണം? ക്ലോറിൻ്റെ എത്ര അറ്റോമിക് മാസ്? 35.5. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന കോളം ഫില്ലായി. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഇതാണ്ടേ 2.02 കിട്ടി. ഇത് 4.07, ഇത് 2.01. കണ്ടോ? നമ്മൾ പോയിന്റ് ശേഷം 1-2 തൊട്ടടുത്തുള്ള 1-2 ടേംസ് കൂടി 1-2 D2 കൂടി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടിയേ. ഇനി അടുത്ത കടമ്പ എങ്ങനെയാണ് സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കുന്നതെന്ന് അല്ലേ? അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് മോൾസിനകത്ത്
ഇപ്പോൾ നമ്മളിപ്പോൾ കാർബണിൻ്റെ കിട്ടി 2.02, ഹൈഡ്രജൻ്റേത് 4.07, ക്ലോറിൻ്റേത് 2.01 എന്നിങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിലേതാണ് ഏറ്റവും സ്മാൾ വാല്യൂ നോക്കുക. ഈ നമ്പർ ഓഫ് മോൾസ് തന്നെ ഏറ്റവും ചെറുത് ഏതാ? 2.01 അല്ലേ? ആ 2.01 യൂസ് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും നമ്പർ ഓഫ് മോൾസിനെ ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരവാണ് ഈ സിമ്പിൾ റേഷ്യോയിൽ എഴുതേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നോക്കിയേ. ഇതിനകത്ത് ഈ നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് മോൾസിനകത്ത് ആരുടെ നമ്പർ ഓഫ് മോൾസ് ആണ് ഏറ്റവും ചെറുത്? കണ്ടോ, 2.01 അല്ലേ? ആ ചെറിയ വാല്യൂ വെച്ചിട്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ നേർക്ക് എഴുതുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏതാ ചെറുത്? 2.01 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2.02 ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് 2.02 ഇല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ആയ 2.01 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം അവിടെ എഴുതുക. ക്ലിയർ? നെക്സ്റ്റ് ഇതേപോലെ ഇവിടെയും 4.07 ഡിവൈഡഡ് ബൈ സ്മാൾ വാല്യൂ ആര് തന്നെ 2.01 അത് വെച്ച് ഡിവൈഡ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ഇവന് 2.01 വെച്ച് ഇത് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം അത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കേണ്ടേ? ഈ തന്നിട്ടുള്ള നമ്പർ ഓഫ് മോൾസിൽ നിന്നും ഏറ്റവും ചെറിയ വാല്യൂ ഏതെന്ന് മനസ്സിലാക്കുക. ആ വാല്യൂവിനെ വെച്ചിട്ട് ഓരോ കാർബണിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ആ ചെറിയ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ നേർക്ക് എഴുതുക. തൊട്ടടുത്ത സിമ്പിൾ റേഷ്യോ കിട്ടും അടുത്ത കോളം. നെക്സ്റ്റ് വൺ, നമ്മുടെ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസിന് എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള സ്മാൾ വാല്യൂ ആയിട്ട് 2.01 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് അടുത്ത ഹൈഡ്രജന് നേർക്കുള്ള സിമ്പിൾ റേഷ്യോയുടെ ആ കോളം നമുക്ക് കിട്ടും. അതേപോലെ മറ്റേതിൻ്റെയും കിട്ടണം. ക്ലോറിൻ്റെ ഇതേപോലെ ഡിവൈഡ് ചെയ്യുക. അപ്പം ക്ലോറിൻ്റെയും സിമ്പിൾ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ കാർബണിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 1.004 ആണ് വരുന്നത്. അപ്പം ഞാൻ റൗണ്ട് ചെയ്ത് 1 എന്നങ്ങ് എടുക്കുന്നു. 1.00 എന്നങ്ങ് എഴുതും. അപ്പം 1 എന്നങ്ങ് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഇതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2.0 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2.0 സംതിങ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വാല്യൂസ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. 1.5 ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ വാല്യൂ തന്നെ എഴുതണം. ക്ലിയർ? 1.0 സംതിങ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ 0 ഒക്കെ നെഗ്ലക്റ്റ് ചെയ്ത് 1 ആയിട്ട് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 2.0 സംതിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം 2 ആയിട്ട് തന്നെ അങ്ങ് എടുക്കുക. ക്ലിയർ? നെക്സ്റ്റ് 2.01 ഡിവൈഡ് ബൈ 2.01 ആൻസർ ഈസ് 1. ക്ലിയർ ആയല്ലോ? ഇത് അടുത്ത കോളത്തിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പം നമുക്കിവിടെ കിട്ടിയതെല്ലാം പോയിന്റ് ഒന്നും ഇല്ലാത്ത നമ്പറായിട്ട് നമ്മൾ അങ്ങനെ എടുത്തത്. ഇപ്പോൾ ഇൻ കേസ് ഇവിടെ 1.5 എന്നൊക്കെയാണ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പം അടുത്ത ഹോൾ നമ്പർ ആക്കി എഴുതണം. എന്തോ മക്കളെ ഹോൾ നമ്പർ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉള്ള ആളെ പോയിന്റ് ഇല്ലാതാക്കി എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഈ ലാസ്റ്റ് കോളത്തിൻ്റെ പ്രാധാന്യം. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇപ്പോൾ ഇൻ കേസ് ഇവിടെ ഇപ്പോൾ 1.5 ആണ് വന്നതെന്ന് കരുതുക. സപ്പോസ് അങ്ങനെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പോയിന്റ് വന്നല്ലോ. നേരത്തെ നമുക്ക് പോയിന്റ് വരുന്നുണ്ട്. 1.0 സംതിങ് ആയതുകൊണ്ട് നമ്മൾ ആ 0 ഒഴിവാക്കി ആ മെയിൻ ഡിജിറ്റ് മാത്രം നമ്മളിങ്ങനെ എഴുതിയത്. ഓക്കെ. ചിലപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? കാരണം ഇപ്പോൾ ഇവിടെ ഒരു ടേമിൻ്റെ വാല്യൂ 1.5. അപ്പോൾ ഇത് തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ പറ്റില്ല. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? കൃത്യമായിട്ടുള്ള 1, 2, 3 എന്നുള്ള കൃത്യമായിട്ട് പോയിന്റ് ഒന്നും വരാത്ത സംഖ്യയായിട്ട് മാത്രമേ ഇവിടെ എഴുതാൻ കഴിയുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ താണ്ടെ ഇപ്പോൾ നമ്മളിപ്പോൾ 1.5 2 1 ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യണം? പോയിന്റ് ഇല്ലാതാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എത്ര സ്ഥാനം മാറ്റി കുത്തിട്ടേക്കുന്ന ഒരു സ്ഥാനമല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 1.5 ഡിവൈഡ് ബൈ 2 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പോയിന്റ് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? മുകളിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടേക്കുന്നെങ്കിൽ നമ്മൾ മുകളിലും താഴെയും 10 വെച്ച് ഗുണിച്ച് എഴുതുകയാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ സെയിം മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു സ്ഥാനം ഇവിടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും? 10 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 15 ആവും. അപ്പോൾ പോയിന്റ് എല്ലാം മാറും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലായിടത്തും 10 വെച്ച് ഗുണിക്കുക. എല്ലായിടത്തും. ഒരിടത്ത് മാത്രം പോയിന്റ് മാറ്റുന്ന ഭാഗത്ത് മാത്രം ചെയ്യാൻ പാടില്ല. ത്രൂ ഔട്ട് എല്ലാ വാല്യൂസിലും നിങ്ങൾ ഇപ്പോൾ ഇവിടെ പോയിന്റ് മാറ്റാൻ 10 വെച്ചാണോ 100 വെച്ചാണോ ഗുണിക്കണം, ആ വാല്യൂ വെച്ച് തന്നെ എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പം 1.5 × 10 2 × 10 1 × 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15:15 20 10 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 15 20 10 വരും. ഇനി നിങ്ങൾ ഇതിനെ ചെറുതാക്കി എഴുതിയാൽ മതി ഇപ്പുറത്തോട്ട്.
അപ്പോൾ 15, 20, 10 എല്ലാം സിംപ്ലിഫൈഡ് റേഷ്യോ ആക്കാമല്ലോ. 15:20:10. ഇതിപ്പോൾ ഒരു റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ പോയിന്റ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമായല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിന്റ് മാറ്റാനുള്ള പോയിന്റ് എങ്ങാണ് ഇൻ കേസ് കയറി വരുമ്പം 1.5 അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം പോയിന്റ് മാറ്റിയതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നമ്മൾ അടുത്ത കോളത്തിലോട്ട് മാറ്റി എഴുതാൻ. അല്ലാതെ ആ പോയിന്റോട് കൂടി ഇവിടെ എഴുതാൻ പാടില്ല. കാരണം ഹോൾ നമ്പർ റേഷ്യോ നമുക്ക് വേണ്ടേ, പോയിന്റ് വരാൻ പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് വേറൊരു വഴി കൂടിയുണ്ട്. 0.5 ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ഇരട്ടി എടുത്താൽ മതി. ഇവിടെയുള്ള സംഖ്യ ഇരട്ടി എടുത്ത് കഴിയുമ്പോൾ പോയിന്റ് അങ്ങ് മാറും. 1.5ന് ഇരട്ടി എടുക്കാൻ 3 ആകും. അപ്പോൾ ആ 3 നിങ്ങളങ്ങ് എഴുതിയാൽ മതി ഇവിടെ. അതുപോലെ 2ൻ്റെ ഇരട്ടി 4, 1ൻ്റെ ഇരട്ടി 2, ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോഴും നമുക്ക് കിട്ടും. അതായത് ഇപ്പം നമ്മളിങ്ങനെ സാധാ മെത്തേഡില്ല സാറ് പറഞ്ഞേ 10 വെച്ച് എല്ലാം ഗുണിച്ച് ചെയ്യുമ്പോഴും നമ്മൾക്ക് 15:20:10. ഇനി വീണ്ടും ഇതിനെ ചെറുതാക്കുമ്പം 3:4:2 നമ്മൾ വേണ്ടേ ഇത് തന്നെയല്ലേ കിട്ടുന്നത്. കണ്ടോ? ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളിരിക്കുക. പക്ഷേ ഇവിടെ പോയിൻ്റ് ആവശ്യമൊന്നുമില്ല. പോയിൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഈ വാല്യൂ തന്നെ അങ്ങോട്ട് മാറ്റി എഴുതണം. അതാണ് ആ ഒരു കോളത്തിൻ്റെ പ്രാധാന്യം. പോയിൻ്റ് ഇൻ കേസ് വരികയാണെങ്കിൽ അതിനെ പോയിൻ്റ് ഇല്ലാതാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പോയിൻ്റ് ഇല്ലാത്ത വാല്യൂസ് വേണം ഒരു വാല്യൂ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു കോളത്തിൽ ലാസ്റ്റ് കോളത്തിൽ എഴുതാൻ. അതാണ് ആ കോളത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ഇടും. 1, 2, 1 എഴുതി കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന വേരിയസ് ആറ്റങ്ങളുടെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്നതാ? ഇമ്പീരിക്കൽ ഫോർമുല. അപ്പോൾ ഇമ്പീരിക്കൽ ഫോർമുലയാണ് കണ്ടുപിടിച്ചത്. അതായത് കാർബണിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് റേഷ്യോ ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എണ്ണമാണ് 1. ഹൈഡ്രജൻ്റെ 2, ക്ലോറിൻ്റെ 1. കണ്ടോ? ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടേക്കാണ്. ഏറ്റവും സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കി മാറ്റിയേക്കുവാണ്. അപ്പോൾ സത്യത്തിൽ ഇവിടെ കിട്ടിയത് ആരെയാണ്? നമ്മൾ ഈ കോളം വഴി ഉണ്ടാക്കിയെടുക്കാൻ കണ്ടുപിടിക്കുന്ന ആരെയാ? ഇമ്പീരിക്കൽ ഫോർമുലയാണ്. അപ്പോൾ therefore ഇമ്പീരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? കാർബണിൻ്റെ താഴെ ആ നമ്പർ കൊടുക്കാം, C1. അത് എഴുതിയില്ലെങ്കിലും 1 ആയതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഹൈഡ്രജൻ്റെ താഴെ 2 എഴുതാം. ക്ലോറിൻ്റെ താഴെ 1 എഴുതാം. തീർന്നു. ഇമ്പീരിക്കൽ ഫോർമുല കിട്ടി. അല്ലെങ്കിൽ CH2Cl എന്ന് എഴുതിയാലും മതി. കാർബണിൻ്റെയും ക്ലോറിൻ്റെയും എണ്ണം 1 ആയതുകൊണ്ട് അത് കാണിക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇമ്പീരിക്കൽ ഫോർമുല കിട്ടി. അപ്പോൾ ഒരു ടാസ്ക് നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം എലമെൻ്റ് എഴുതുക, പെർസെൻറ്റേജ് കൃത്യമായിട്ട് എഴുതുക, അറ്റോമിക് മാസ് എഴുതുക, റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. കിട്ടിയ പെർസെൻറ്റേജ് ഇവിടെ തന്നിട്ടുള്ള പെർസെൻറ്റേജിൽ എന്താണ് തന്നിട്ടുള്ളത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആറ്റത്തിൻ്റെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ആണ്. അപ്പോൾ ഇവിടെ ഗിവൺ മാസ് നമ്മൾ ഈ പെർസെൻറ്റേജ് ആയിട്ടുള്ള രീതിയിൽ പെർസെൻറ്റേജിനെയാണ് നമ്മൾ ഗിവൺ മാസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടത് സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അത് വളരെ എളുപ്പമാണ്. ഈ കിട്ടിയ നമ്പർ ഓഫ് മോൾസിൽ ഏതാണോ ഏറ്റവും ചെറിയ വാല്യൂ ആ ചെറിയ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ നമ്പർ ഓഫ് മോൾസിനെ ഡിവൈഡ് ചെയ്തിട്ട് അത് അതിൻ്റെ നേർക്ക് എഴുതുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും സിമ്പിൾ റേഷ്യോ. ഇനി ഈ സിമ്പിൾ റേഷ്യോ ആയിട്ട് കിട്ടുമ്പോൾ ഇതിനകത്ത് ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസിനകത്ത് പോയിന്റ് വരികയാണ്. ഇപ്പോൾ 1.5 എന്നോ 2.5 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റിനെ ഒഴിവാക്കി വേണം നമ്മൾ അടുത്ത കോളത്തിൽ എഴുതാൻ. അതിനാണ് ആ അടുത്ത കോളത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് എഴുതുക. ഈ 1.00 സംതിങ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആ 1 ആയിട്ട് തന്നെ റൗണ്ട് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. 1.5 എന്നൊക്കെ വരുമ്പം നിങ്ങൾ റൗണ്ടിങ്ങിന് നടക്കരുത്. 1.5 ആയിട്ട് തന്നെ അങ്ങ് എഴുതി ചെയ്തോണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ 0.5 ഒക്കെ ഉള്ള അങ്കിയൊക്കെ നിങ്ങൾക്ക് വരുത്തുള്ളൂ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് പേടിക്കണ്ട, ബുദ്ധിമുട്ടിക്കത്തില്ല നിങ്ങൾ എക്സാം തരുമ്പോൾ. എക്സാമിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ചിലപ്പം ഇവിടെ ഏതെങ്കിലും 2.5 വല്ലതും വരികയാണെങ്കിൽ 0.5 ഒക്കെ വരുവാണെങ്കിൽ ആ പോയിന്റ് ഇല്ലാതാക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 10 വെച്ച് ഗുണിച്ച് ഒത്തിരി സമയം കളയണ്ട. 0.5 ആണെങ്കിൽ നീ എന്ത് ചെയ്യണം മതി? എല്ലാത്തിൻ്റെ ഇരട്ടി അങ്ങ് എടുക്കുക. അപ്പോൾ 1ൻ്റെ ഇരട്ടി 2 ആവും. 2.5 ആകുമ്പോൾ ഇരട്ടി എടുക്കുമ്പോൾ 5 ആവും. 1ൻ്റെ ഇരട്ടി വരുമ്പോഴത്തേക്ക് 2 ആവും. അപ്പോൾ 1ൻ്റെ ഇരട്ടി 2, 2.5ൻ്റെ ഇരട്ടി 5, 1ൻ്റെ ഇരട്ടി 2. ആ രീതിയിലോട്ട് അങ്ങ് എടുക്കുക. 0.5 ഒക്കെ വരുവാണെങ്കിൽ ഇരട്ടി എടുക്കുമ്പോഴത്തേക്ക് പോയിന്റ് മാറി കൃത്യമായി ഹോൾ നമ്പർ തന്നെ നമുക്ക് ലഭിക്കും. ക്ലിയർ ആയാലും ഓൾറെഡി ഹോൾ നമ്പർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ആ കിട്ടുന്ന ഓരോ നമ്പറാണ് സത്യത്തിൽ ആ വാല്യൂ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പീരിക്കൽ ഫോർമുല കിട്ടും. അതായത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ ഒരു കോമ്പൗണ്ടിലെ വേരിയസ് ആറ്റങ്ങളുടെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ തന്നെയാണ് ഇമ്പീരിക്കൽ ഫോർമുല. അതാണ് നമ്മൾ ഈ കോളത്തിലൂടെ കണ്ടുപിടിച്ചത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇമ്പീരിക്കൽ ഫോർമുല നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്
ഇമ്പീരിക്കൽ ഫോർമുല അറിയാമെങ്കിൽ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്ന വഴി സാറ് പറഞ്ഞു. റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? എൻ ഉപയോഗിച്ചുകൊണ്ട് ഗുണിക്കണം. അപ്പോൾ എൻ എവിടുന്ന് കിട്ടും? എൻ കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എന്ത്? ഇമ്പീരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലാർ മാസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് ഇമ്പീരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. അത് വളരെ സിമ്പിളാണ്. സാധാ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കും പോലെ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഇമ്പീരിക്കൽ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതുകൊണ്ട് അതിന് നമുക്ക് ഇമ്പീരിക്കൽ ഫോർമുല മാസ് എന്ന് പേര് വരുമെന്നേ ഉള്ളൂ. നമ്മൾ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് സാധാരണ വാട്ടറിൻ്റെ കണ്ടുപിടിക്കത്തില്ലയോ, അതേ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത് മോളിക്കുലാർ ഫോർമുലയുടെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതുകൊണ്ട് പേര് മോളിക്കുലാർ മാസ്. ഇമ്പീരിക്കൽ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇമ്പീരിക്കൽ ഫോർമുല മാസ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇമ്പീരിക്കൽ ഫോർമുല മാസ് ചെക്ക് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഇമ്പീരിക്കൽ ഫോർമുല മാസ് ഇസ് ഈക്വൽ ടു ഓക്കെ, കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. 12 ഇൻറ്റു എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ് മക്കളെ. 1 ഇൻറ്റു 2 2 ഹൈഡ്രജൻ ഉണ്ട്, പ്ലസ് ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 ഇൻറ്റു എത്ര ക്ലോറിനാ ഉള്ളേ? 1. ഇനി ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടുക. 12 ഇൻറ്റു 1 12 പ്ലസ് 2 35.5. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. 2 4 9 3 4 അല്ലേ? 49.5 ലഭിക്കും. ക്ലിയർ ആയോ നോക്ക്. 49.5 ആണ് നമുക്ക് ഇമ്പീരിക്കൽ ഫോർമുല മാസായി ലഭിച്ചത്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു അറിയാമല്ലോ? 98.96 ആണ്. ഓൾറെഡി തന്നിട്ടുണ്ട്, ഓൾറെഡി നോൺ ആണ്. പിന്നെ നമ്മൾ ഈ ഇമ്പീരിക്കൽ ഫോർമുല മാസ് ഇവിടെ കണ്ടുപിടിച്ചെന്നല്ല ഉള്ളൂ. ഇനി നമുക്ക് എന്നിലോട്ട് പോകാം. അപ്പോൾ n ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് 98.96 ഡിവൈഡഡ് ബൈ ഇമ്പീരിക്കൽ ഫോർമുല മാസ് 49.5. ഏകദേശം 1.999 സംതിങ് ലഭിക്കും. ക്ലിയർ? അപ്പോൾ ഇതിനെ നമുക്ക് നിയർലി ഈക്വൽ ടു 2 എന്നങ്ങ് എഴുതാമല്ലോ. 1.999 എന്ന് പറയുമ്പോൾ 2 ആയിട്ട് റൗണ്ട് ചെയ്ത് എഴുതാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ n എന്ന് പറയുമ്പോൾ 1 2 3 4 ആ രീതിയിലേ വരാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 1.999 വരുമ്പോൾ തൊട്ടടുത്ത നിയറസ്റ്റ് ആയിട്ട് നമ്പർ ഏതാ? 2. അപ്പോൾ 2 ആയിട്ട് റൗണ്ട് ചെയ്ത് എഴുതിയത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്തോ സിമ്പിൾ അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ വരെ കിട്ടിയത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു n ഇൻറ്റു ഇമ്പീരിക്കൽ ഫോർമുല. n അറിയാം, 2 ആണ്. 2 ഇൻറ്റു ഇമ്പീരിക്കൽ ഫോർമുല എത്ര ആയിരുന്നു? C1H2Cl1. ക്ലിയർ? ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. ഇതങ്ങോട്ട് ഗുണിക്കുക. 2 ഇൻറ്റു കാർബണിൻ്റെ ചുവട്ടിൽ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 2 ഇൻറ്റു 1 C2, 2 ഇൻറ്റു 2 ഹൈഡ്രജൻ താഴെ 4, ക്ലോറിൻ എത്ര ആവും? 2 ഇൻറ്റു 1 2. അപ്പം എന്ത് കിട്ടി? അവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള എണ്ണം കിട്ടി. ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. ദാറ്റ് ഈസ് മോളിക്കുലാർ ഫോർമുല. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? C2H4Cl2 ഇസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മുൻവർഷ ചോദ്യം കൂടിയാണ്. വളരെ പ്രാധാന്യമേറിയ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യിച്ചത്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഷെയർ മാക്സിമം ചെയ്യണം. കൃത്യമായിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി കാണുമ്പോഴേക്കും ഗുഡ് ബൈ മക്കളെ.